നമസ്കാരം. കഴിഞ്ഞ 2 എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു കുചേലൻ കൃഷ്ണനെ കാണാൻ പോയി. കൃഷ്ണൻ എന്നുള്ളതിന് കൂടെ പഠിച്ച വ്യക്തി എന്നുള്ള അല്ലാതൊരു വ്യാഖ്യാനമുണ്ട്. ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ നമ്മുടെ സുഹൃത്തായ പരാശക്തിയോട് നമ്മൾ സംസാരിച്ചു. ജനിച്ചതിന് ശേഷം ആ ശക്തിവിശേഷത്തെ കാണാനുള്ള പ്രയാണമാണ് ജീവിതം. പലർക്കും കണ്ടെത്താൻ പറ്റുന്നില്ല. കണ്ടെത്തണമെങ്കിൽ അവിലും കൊണ്ട് പോണം. അവില് എന്ന് പറഞ്ഞാൽ മുളപ്പിച്ച ധാന്യത്തെ വറുക്കുന്നതാണ്. ഇനി അത് കുത്തിയിട്ടാൽ മുളയ്ക്കില്ല. കരിഞ്ഞ മോഹങ്ങളാണ്. കൃഷ്ണന് മോഹങ്ങളില്ല. അപ്പൊ കൃഷ്ണൻ ഇഷ്ടപ്പെടുന്നത് മോഹങ്ങൾ ഇല്ലാത്തവരെയാണ്. അതേ സമയത്ത് പല സൗഭാഗ്യം നമുക്ക് വന്നു ചേരും. നമുക്കറിയാലോ, ഇഷ്ടംപോലെ ചിലർക്ക് ചിലത് വന്നു ചേരും. ആ സൗഭാഗ്യങ്ങൾ വന്നു ചേരുമ്പോൾ അവിലുമായിട്ടായിരിക്കണം ജീവിതത്തിലെ യാത്ര എന്ന് പറഞ്ഞാൽ പരിപൂർണത എന്നിലുണ്ട്. ഇപ്പൊ പരിപൂർണതയുണ്ട്. ഈ ധാരണ കുചേലന് ഉണ്ടായിരുന്നു. കുചേലൻ പോയ സ്ഥലം സുധാമാപുരിയിൽ നിന്ന് 40 കിലോമീറ്റർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിലെ യാത്ര ചെയ്തപ്പോൾ. അങ്ങനെ ഞാൻ പോകുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു, ഈ വഴി കൂടെയൊക്കെ കുചേല ബ്രാഹ്മണൻ നടന്നിട്ടല്ലേ വന്നത് എന്ന് ഞാൻ വിചാരിച്ചു. ഇന്ന് വലിയ റോഡ് ആണ്. കുചേലൻ പോകുമ്പോൾ ആ സ്ഥലത്തേക്ക് നടക്കുന്ന വഴിയുണ്ട്. ധാരാളം വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു. കണ്ടമാനം വൃക്ഷങ്ങൾ. ഈ വൃക്ഷങ്ങള് നമുക്ക് തണൽ തരുന്നു. അതിന്റെ താഴെ വിശ്രമിക്കാം. ചില ഫലങ്ങൾ നമുക്ക് തിന്നാം. നമുക്ക് ഭക്ഷ്യയോഗ്യമാണ്. മുകളിൽ കിളികൾ കൂട് കൂട്ടിയിട്ടുണ്ടാവും. ആ കൂട് കൂട്ടിയ കിളികള് ഇവിടെ താഴെ വിശ്രമിക്കുന്നവർക്ക് പാട്ടുപാടി കൊടുക്കും, ഓക്സിജൻ കൊടുക്കും. അങ്ങനെ നല്ല വഴി കൂടെയാണ് കുചേലൻ പോകുന്നത്. നഗ്നപാതനായിട്ട്. ഒരു പാദരക്ഷയും കാലിൽ ഇല്ല. അപ്പൊ ധാരാളം പേര് എതിരെ വരുന്നുണ്ട്, അങ്ങോട്ട് പോണവരുണ്ട്. 2 ഭാഗത്തും വൃക്ഷങ്ങൾ ഉണ്ടായതുകൊണ്ട് നല്ല തണലുണ്ട്. അതിന്റെ നടുഭാഗത്ത് ഒരു തണലുമില്ല. പൊരി വെയിലാ. വെയില്, മണ്ണ് ചൂട് പിടിച്ച മണ്ണാണ്. കുചേലൻ നടക്കുന്നത് ഈ തണലത്ത് കൂടെ അല്ല. ഈ ദാഹിച്ചു നിൽക്കുന്ന ഭൂമി, വെയില്, ചെരുപ്പില്ല. അതിലെയാണ് ഈ കുചേലൻ ഈ അവിലുമായിട്ട് പോകുന്നത്. നമ്മളുമായിട്ട്, നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നാം ഏറ്റവും പരമമായ ശക്തിയെ പ്രാപിക്കാനായിട്ട് പോകുമ്പോൾ കാമമില്ലാതെ, ആഗ്രഹമില്ലാതെ പോകുമ്പോൾ ഇങ്ങനെ വേണം പോവാൻ എന്ന് പറയുമ്പോൾ ഇരുവശത്തു കൂടിയും പോണവര് കളിയാക്കി. നിങ്ങൾ ഈ പൊരി വെയിലത്ത് കൂടെ നടന്നുകൊണ്ട് എന്താ കാര്യം? ഇവിടെ വൃക്ഷങ്ങളുടെ തണലില്ലേ? ആ തണലത്ത് കൂടെ അങ്ങോട്ട് നടന്നുകൂടെ എന്ന ചോദ്യം പലരും ചോദിച്ചു, പരിഹസിച്ചു. നമ്മളൊക്കെ തണലത്തു കൂടെ നടന്നു പോകുമ്പോൾ ഒരു മാനസിക രോഗി പൊരി വെയിലത്ത് ചെരുപ്പുമില്ല, പാദരക്ഷയില്ലാതെ ഈ വെയിലും കൊണ്ട് നടന്നു പോകുന്നു. കുചേലൻ മിണ്ടിയില്ല, കളിയാക്കി.
വെയിലത്ത് കൂടെ പോണവരുമുണ്ട്, പോകാത്തവരുമുണ്ട്. കുറച്ച് ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നു. നട്ടുച്ച 1 മണിക്കൊക്കെ, അല്ലെങ്കിൽ അധികം എൻ്റെ ജീവിതം നടത്തിയാണ്. ഒരു സൈക്കിള് പോലും ഇല്ലാത്ത ആളാ. അപ്പൊ താമസിക്കത്തോടത്ത് നിന്ന് മാങ്കാവ് അങ്ങാടിക്ക് പോകുമ്പോൾ വെയിലത്ത് കൂടെ പോണൊരു വഴിയുണ്ട്, തണലുള്ളൊരു വഴിയുണ്ട്. 2 വഴി കൂടിയും പോവാം. നട്ടുച്ച 1 മണിക്കല്ലാത്തപ്പോഴൊക്കെ ഞാൻ വെയിലത്ത് കൂടെ പോവാം. ആ വെയിലത്ത് കൂടെ പോകുമ്പോൾ ഒരു കാര്യം എന്താ, ശരീരത്തിൽ വെയിലടിക്കണം. വെയിൽ കൊള്ളുക എന്നുള്ളത് ചികിത്സയുടെ ഒരു ഭാഗമാണ്. അത് വേറെ വിഷയമാണ്. കുചേലന് ഇതുകൊണ്ടല്ല. ഒരാള് കുചേലനോട് ചോദിച്ചു, നിങ്ങളെന്താ ഈ തണലത്ത് കൂടെ പോകാതെ വെയിലത്ത് കൂടെ പോണ്? ഇപ്പോഴത്തെ കാലത്ത് കളിയാക്കുക എന്നല്ലാതെ കുചേലൻ മറുപടി പറഞ്ഞു. ഏതായാലും മനസ്സിൽ പറഞ്ഞ ഒരു മറുപടിയാണ് പറഞ്ഞത്. കുചേലൻ, കോടിക്കണക്കിന് ജീവജാലങ്ങൾ തണലത്ത് അഭയം തേടും. കോടിക്കണക്കിന്. എത്രയോ കൃമികീടങ്ങളുണ്ട്. ഒരു വെയിൽ ആർക്കും ഇഷ്ടമല്ല. നായ മുതൽക്കുള്ള ജീവികളൊക്കെ വെയിലുള്ളൂ. നട്ടുച്ച 1 മണിക്ക് വെയിലും പക്ഷികൾ വരെയും പറക്കൽ നിർത്തിയിട്ട് എവിടെയെങ്കിലും ഒരു തണലത്ത് അഭയം നേടും. നാം തണലത്ത് കൂടെ നടക്കുമ്പോൾ താഴോട്ട് വെച്ചിട്ട് സൂക്ഷ്മജീവികളെ മുഴുവൻ നോക്കിയാണോ നടക്കുക? എത്ര എത്ര ഇറുമ്പുകൾ ഉണ്ടാകും. ചില ഇറുമ്പുകള്, ഞാൻ ചിലപ്പോൾ എഴുതുന്ന മേശപ്പുറത്ത് കൂടെ അങ്ങനെ ഇറുമ്പ് പോകുമ്പോൾ ഒരു ഊത്തൂതിയാ പറക്കും. അതിന് ഒട്ടും വെയിറ്റ് ഇല്ല. ഒട്ടും വെയിറ്റ് ഇല്ലാത്ത ഇറുമ്പുകള്, ചെറിയ ജീവികള്, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ജീവികൾ, ഇതൊക്കെ അഭയം തേടിയിട്ടുണ്ടാവും. കുചേലൻ വിചാരിച്ചു, പരമാത്മാവിനെ ദർശിക്കണ ലക്ഷ്യക്ക് ഒരു ജീവിയെയും വേദനിപ്പിക്കരുത്. ഇത്രയും കോടിക്കണക്കിന് ജീവികളുടെ മരണം നടന്നു പോവുക തണലത്ത് കൂടെ പോകുമ്പോൾ. ഇത് പോണത് എവിടേക്കാ? പരമാത്മാവിനെ കാണാനാ. അങ്ങനെയാണ് ലക്ഷ്യമെങ്കിൽ ആ ഹിംസ ഒരു ജീവിയെയും വേദനിപ്പിക്കരുത്. ഒരു ജീവിയും കൊല്ലാൻ നമുക്ക് അവകാശമില്ല, വേദനിപ്പിക്കാൻ അവകാശമില്ല ആത്മീയ പാതയിലൂടെ നീങ്ങുന്ന വ്യക്തികൾക്ക്. അത് നിങ്ങളല്ലേ പറഞ്ഞത്, ചെരുപ്പിടാൻ വേണ്ടി ഇന്ന കുട്ടിയോട്, അവൻ സിനിമ കാണാൻ പോവാണ്, ചെരുപ്പിട്ടോ പറയും. കാണാതെ എവിടേക്കാ പോണത്? സിനിമ കാണാൻ പോവാണ്, അല്ലെങ്കിൽ അതുപോലൊരു കാര്യത്തിന് പോവാണ്. ആത്മീയ പാതയിലൂടെ നീങ്ങുമ്പോൾ ഒരു കാരണവശാലും ഒരു ജീവിയെയും വേദനിപ്പിക്കരുത്. അപ്പോഴൊക്കെ ചോദിക്കും, നിങ്ങൾ ഇന്നത് ഭക്ഷിച്ചോ, അതൊരു വൃക്ഷത്തിന് വേദനയില്ലേ? വൃക്ഷത്തിനേക്കാൾ മനുഷ്യന് ശ്രദ്ധിക്കേണ്ട കാര്യം, വൃക്ഷതാപസനാണ്, അവിടുന്ന് തപസ്യാണ്. വേദനയുണ്ട്, ആ വേദന ഭൂമി ഏറ്റെടുക്കും. ചെരുപ്പിടാതെ നടക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ഗുണമുണ്ട്. ആ വ്യക്തിക്കൊരു വേദന വന്നാൽ ഭൂമിയിൽ ടച്ച് ചെയ്താൽ ഭൂമി ഏറ്റെടുക്കും. വൃക്ഷങ്ങളിലെ മുഴുവൻ ഭൂമി ഏറ്റെടുക്കും വേദന. എന്നെ കൊല്ലരുത് എന്ന് പറഞ്ഞിട്ട് വൃക്ഷങ്ങൾ ഓടുന്നുണ്ടോ? എന്നെ ജീവിക്കാൻ സമ്മതിക്കണം, നിനക്ക് ജീവിക്കണം, എൻ്റെ വിത്ത് ഞാൻ കുഴിച്ചിട്ടുണ്ട്, ഈ ഭാഗം കുത്തിമുറിച്ച ഭാഗം വീണ്ടും മുളച്ചു വരാനുള്ള ശക്തി നിനക്കുണ്ട്. സകല ജീവിയെയും കൊന്നു തിന്നുന്ന വ്യക്തികൾക്ക് ഈ വക ന്യായമൊന്നും വേണ്ട. പരമാത്മാവിനെ ദർശിക്കാൻ പോകുമ്പോൾ സമ്പൂർണമായിട്ടുള്ള അഹിംസ, സമ്പൂർണമായിട്ട് അഹിംസ പ്രാവർത്തികമാണോ? നമ്മൾ അറിയുന്നിടത്തോളം അതിന് ഒഴിഞ്ഞു മാറും. അറിയാതെ ചായയിലോ കാപ്പിയിലോ ഒരു എറുമ്പ് പെട്ടാൽ അത് കണ്ണിന് നല്ലതാണെന്ന് പറയും. അതിൻ്റെ അർത്ഥം കണ്ണിന് നല്ലതാണെന്നുള്ളത് വേറെ ന്യായം ഉണ്ടെങ്കിൽ പോലും അതുകൊണ്ട് അബദ്ധം എന്ന അർത്ഥത്തിലാണ്.
ഒരു ജീവിയെയും വേദനിപ്പിക്കാതെ, നമ്മളൊക്കെ വേദനിപ്പിക്കുന്നവരാണ് എന്ന് പറയാൻ കാരണം ഇങ്ങോട്ട് ചീത്ത വിളിച്ചവരെ അങ്ങോട്ടൊക്കെ വിളിക്കാറില്ലേ, അതവരെ വേദനിപ്പിക്കലില്ലേ. ഈ ഭയങ്കരമായിട്ട് പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് അവരെ പരിഹസിച്ച് അവർക്ക് ഭയങ്കര വേദനയാ. അവരൊരു മണിക്കൂർ നമ്മളെ ശകാരിച്ചിട്ട് തിരിച്ചു ഒരു വരി പറഞ്ഞാലേ അതിന്റെ അർത്ഥം വ്യാഖ്യാനിച്ചിട്ട് വെട്ടി വെളിച്ചപ്പെടാൻ നടക്കുന്നതിന്റെ അർത്ഥം എന്താ അറിയോ? അവർക്ക് സഹിഷ്ണുതാബോധം എന്നില്ല. വിമർശിക്കുന്നവർക്കും കുറ്റം പറയുന്നവർക്കും സഹിഷ്ണുതാബോധം അവര് ഒട്ടുമില്ല, സഹിക്കാൻ കഴിയില്ല. എന്റെ അറിവിൽ കുചേലൻ വിചാരിച്ചു ഒരു ജീവിയെയും ദ്രോഹിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യാതെ വേണം പോകാൻ. കാരണം ഞാൻ പോകുന്നത് പരമാത്മാവിനെ കാണാൻ ആണ്. ഒരു ജീവിയെയും വേദനിപ്പിക്കാതെ കുചേലൻ പുറപ്പെട്ടു. തുടർന്ന് അടുത്തുണ്ടായത് നമ്മുടെ ജീവിതവുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് അടുത്ത എപ്പിസോഡിൽ പറയാം. നമസ്കാരം.